ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ബയോളജിയിൽ 6 മാർക്ക് സ്കോർ ചെയ്തത്, സ്ട്രാറ്റജി എന്താ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ചക്ക കിട്ടിയാണ് ഗൈസ്. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഈ വർഷം ഇമ്പ്രൂവ്മെൻറ്റ് ഒക്ടോബറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പഠിച്ച് ചെയ്താൽ പറ്റുന്നത്. അപ്പോൾ +2 എക്സാമിൻ്റെ കൂടെ മിക്സ് ആകാത്തതുകൊണ്ട് നമുക്ക് അത്രയും സ്ട്രെസ് ഇല്ല. ഇതിപ്പോൾ അതായില്ല ഇതായില്ല, 2ൻ്റെ പോർഷൻസ് പഠിച്ച് തീർത്തിട്ട് +1ൻ്റെ പോർഷൻസ് ഒന്നുകൂടെ തുടങ്ങാതെ ഓൾറെഡി ഇച്ചിരിയെങ്കിലും കൺസെപ്റ്റൊക്കെ അറിയാവുന്നതല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നിട്ട് അവസാനം എപ്പോഴാണ് +1 പഠിച്ചത്. +2ൻ്റെ പോർഷൻസ് ഫുള്ള് പഠിച്ച് തീർക്കാണ്ട് തന്നെ +1ൻ്റെ കയറി ചെറുതായിട്ട് എക്സാമിൻ്റെ ടൈം ഒരാഴ്ച ആ ടൈമിനുള്ളിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ആൻഡ് ബയോളജിക്കാണ് 6 മാർക്ക് കൂടിയത്. എങ്ങനെ കൂടിയത് എനിക്ക് പോലും ഓർമ്മയുണ്ട്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് അറിയാൻ പാടാത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇതിലേക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് മോഡലിൽ വന്ന ക്വസ്റ്റ്യൻ തന്നെ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു +1 ഇമ്പ്രൂവ്മെൻറ്റിന്. പക്ഷേ ഞാനത് മര്യാദയ്ക്ക് പഠിക്കാണ്ട് പോയിട്ട് എഴുതിയില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കും. നിങ്ങൾ പ്രീവിയസ് ഇയർ നോക്കുക, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഇതൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പാസ്സാവാനുള്ളത് കിട്ടും. അപ്പോൾ പാസ്സാവാനുള്ളത് നമുക്ക് ഇന്ന പോലെ കിട്ടും. ആ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കണമായിരുന്നു എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ. അപ്പോൾ അഫ്കോഴ്സ് ഗവൺമെൻറ് മാറി. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒക്ടോബറിലോട്ടായത് ഐ എം ഹാപ്പി ഫോർ മൈ ജൂനിയേഴ്സ്. അവർക്ക് എങ്കിലും പഠിച്ച് എന്താണ് മാർക്ക് കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടാൻ പറ്റും. അപ്പോൾ റിഗ്രറ്റ് അടിക്കേണ്ട, കൊടുത്തിടുക. ഞാൻ എഴുതണ്ടെന്നൊന്നും വിചാരിച്ചല്ല, പക്ഷെ ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുകൊണ്ട് എനിക്ക് ആ ഒരു 6 മാർക്ക് ഇൻക്രീസ് ആവില്ലേ. മറ്റൊന്നുമില്ല, 6 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എനിക്ക് എത്ര രൂപ മുടക്കിയിട്ട് ആ 1 മാർക്കെങ്കിലും കൂടിയാൽ മതി. ലൈക്ക് ടോട്ടൽ 3 സബ്ജക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് 1 മാർക്ക് കൂടിയാൽ തന്നെ എനിക്ക് ആ മണി വേർത്തായി എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റി. അപ്പോൾ +1 ജൂനിയേഴ്സ്, നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. +2ൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. പിന്നീടത്തേക്ക് വെക്കരുത്, അതാണ് പറയാനുള്ളത്. പിന്നീടത്തേക്ക് വെക്കരുത്.